നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്ര പ്രസിദ്ധമായ പുത്തനങ്ങാടി ശുഹദ ആണ്ടുനേർച്ചയ്ക്ക് ബുധനാഴ്ച തുടക്കമാകും. ഫെബ്രുവരി 1-ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ചയ്ക്ക് സമാപനമാകുക. പ്രമുഖ മതപ്രഭാഷകരടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ പള്ളികളും അനേകം മഹാത്മരുടെ മക്ബറകളും ഉൾക്കൊള്ളുന്ന പ്രദേശമായ അങ്ങാടിപ്പുറം പുത്തനങ്ങാടിയിൽ ആരാധന സ്വാതന്ത്ര്യത്തിനായി രക്തസാക്ഷികളായ മഹാന്മാരായ ശുഹദാക്കളുടെ പേരിൽ സംഘടിപ്പിക്കുന്ന പുത്തനങ്ങാടി ശുഹദ ആണ്ടുനേർച്ചയും അനുസ്മരണ സമ്മേളനവും ജനുവരി 28 മുതൽ ഫെബ്രുവരി 1 വരെ നടക്കും. ആത്മീയവും 10 നൂറ്റാണ്ടുകളുടെ ചരിത്രപരവുമായ പ്രാധാന്യം വഹിക്കുന്ന പുത്തനങ്ങാടി പ്രദേശം ജാതി മത വ്യത്യാസമില്ലാതെ അനേകം ആളുകൾക്ക് ആശ്വാസവും ആത്മശാന്തിയും തേടി എത്തിച്ചേരുന്ന ഒരു പുണ്യകേന്ദ്രം കൂടിയാണ് പുത്തനങ്ങാടി ശുഹദ മക്കാം. ചരിത്രപ്രസിദ്ധമായ പുത്തനങ്ങാടി ശുഹദ ആണ്ട് നേർച്ചയ്ക്ക് ജനുവരി 28-ാം തീയതി കോഴിക്കോട് ഖാലി ജമലുൽ തങ്ങൾ മക്കാം സിയാറത്തിന് നേതൃത്വം നൽകുന്നതോടുകൂടെ തുടക്കം കുറിക്കുകയാണ്. 5 ദിനങ്ങളിലായി മതപ്രഭാഷണം, ദുആ സമ്മേളനം, സനദ്ദാനം, ഖത്തം ദുആ തുടങ്ങിയ വിവിധ തര പരിപാടികളോടുകൂടെ ഫെബ്രുവരി മാസം 1-ാം തീയതി ഞായറാഴ്ച 10,000-ങ്ങൾക്കുള്ള അന്നദാനത്തോടുകൂടെ നേർച്ച സമാപിക്കുകയും ചെയ്യും. കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകർ അൽ ഹാഫിൽ സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം, നൗഷാദ് ബാക്കവി ചിറയൻകീഴ്, ഷമീർ ദാരിമി കൊല്ലം, സാലിം ഫൈലി കുളത്തൂർ തുടങ്ങിയ പ്രഭാഷകരാണ് ഈ വർഷം നേർച്ചയുടെ വേദിയിലേക്ക് കടന്നു വരുന്നത്. വൈകിട്ട് 7 മണിക്ക് തുടങ്ങി 10 മണിയോടുകൂടെ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മതജാതി വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കേരളത്തിൻ്റെ മുഴുവൻ ഗ്രാമ നഗരങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഈ മക്കാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നാം കാണുന്നത്. 1000-ഓളം വർഷം പഴക്കമുണ്ട് എന്നാണ് പഴമക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പഴയ കാലഘട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ പോലുമില്ലാത്ത കാലത്ത് കൃഷി ചെയ്യുന്ന ആളുകൾ നൽകുന്ന ധാന്യം കൊണ്ട് ആളുകൾക്ക് ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യുന്ന രൂപമായിരുന്നു നേർച്ചയോടനുബന്ധിച്ച് കാര്യമായി ചെയ്തിരുന്നത് എന്ന് പഴമക്കാർ പറയുന്നതായി കേട്ടിട്ടുണ്ട്. വിവിധ മതവിശ്വാസങ്ങളിലുള്ളവർ ശുഹദ മക്കാം സന്ദർശിച്ച് പ്രാർത്ഥനകൾ നടത്തി നേർച്ചകൾ നൽകുന്നതിലൂടെ മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ മാതൃകയായി ഈ പ്രദേശം മാറിയിരിക്കുകയാണ്. ടിപ്പു സുൽത്താന്റെ കാളിയും മമ്പുറം തങ്ങളുടെ ഉസ്താദുമായ അബ്ദുള്ള മുസ്ലിയാർ, പള്ളികളുടെ സ്ഥാപകൻ പാതാരി പോക്കർ മൂപ്പൻ ഉൾപ്പെടെ നിരവധി മഹാത്മാക്കൾ വിശ്രമിക്കുന്ന ഈ പ്രദേശം സമ്പന്നമായ ആത്മീയ പൈതൃകത്തിന്റെ സാക്ഷ്യം കൂടിയാണ്. ആണ്ടുനേർച്ചയുടെ ഭാഗമായി മക്കാം സിയാറത്ത്, കൊടി ഉയർത്തൽ, മതപ്രഭാഷണങ്ങൾ, മജ്ലിസുന്നൂർ, സനദ്ദാനം, ദുആ സമ്മേളനം, മൗലിദ് സദസ്സ്, ഖത്തം ദുആ, അന്നദാനം തുടങ്ങിയ വിവിധ ആത്മീയ പരിപാടികൾ സംഘടിപ്പിക്കും. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നാസർ ഹയ്യ് ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി, സയ്യിദ് അമീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, ഏലംകുളം ബാപ്പു മുസ്ലിയാർ, അബ്ദുഷുക്കൂർ മദനി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. ഷമീർ ദാരിമി കൊല്ലം, സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം, നൗഷാദ് ബാഗവി ചിറയൻകീഴ്, സാലിം ഫൈസി തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തും. ഫെബ്രുവരി 1-ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനമാകുക. 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ച് ആണ്ടുനേർച്ചയുടെ വിജയകരമായ നടത്തിപ്പിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികളായ പുത്തനങ്ങാടി മഹല്ല് പ്രസിഡന്റ് കൊണ്ടേരിത്തൊടി മുഹമ്മദ് ആജി, ജനറൽ സെക്രട്ടറി പാതാരി ഹംസപ്പ, മഹല്ല് ഉപാധ്യക്ഷൻ പാതാരി അമീർ, മഹല്ല് ഖത്തീബ് സുബൈർ ഫൈസി ചമ്മലശ്ശേരി തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.